പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഒരു പ്രത്യേക വീഡിയോ ആണ്. എൻ്റെ നാടായ ചങ്ങരംകുളത്ത് 70 വർഷത്തോളമായിട്ടുള്ള ഒരു ചെമ്പേട്ടനുണ്ട്. ചെമ്പേട്ടൻ്റെ ഒരു സർവത്ത് കടയുണ്ട്. ആ കടയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് സർവത്തുകൾ വന്നെങ്കിലും ഇന്നും ചെമ്പേട്ടൻ്റെ സർവത്തിന് അതൊരു വേറെ ലെവലാണ്. അടിപൊളി ടേസ്റ്റാണ്. ഗൾഫിൽക്കൊക്കെ അറബികൾക്ക് ഈ സർവത്ത് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടുന്ന് ഒരുപാട് സർവത്തുകൾ ചെമ്പേട്ടൻ കൊടുത്തയക്കാറുണ്ട്, കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെമ്പേട്ടൻ്റെ സർവത്ത് കടയുടെ വിശേഷങ്ങളാണ്. നമ്മുടെ ഈ ചാനൽ വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ചെമ്പേട്ടൻ്റെ സർവത്ത് കടയിൽ പോയിട്ട് സർവത്ത് കുടിക്കാം, ചെമ്പേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ചെമ്പേട്ടൻ്റെ സർവത്ത് കട. ചെമ്പേട്ടൻ ഇവിടെ ഇരിക്കേണ്ട നമുക്ക് ചെമ്പേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടോക്കാം, ചോദിച്ചറിഞ്ഞോക്കാം ചെമ്പേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ. ഒരു ചെറിയ പെട്ടിക്കടയാണ്. ഏകദേശം 60 വർഷത്തിന് മുകളിലായിട്ട് 60-65 വർഷത്തിന് മുകളിലായിട്ട് പെട്ടിക്കട ഇവിടെ ഉണ്ട്. കറക്റ്റ് ഓർമ്മ മൂപ്പർക്കില്ല. വളരെ കാലം മുന്നേ വന്ന് ചങ്ങരങ്ങാടി കട തുടങ്ങിയാണ് ചെമ്പേട്ട. കറക്റ്റ് വർഷമൊന്നും ഓർമ്മയില്ല. സർവത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വലിയ ക്ലാസ് ആയിക്കാരട്ടോ. ഇത്ര പോലെ സർവത്ത് ഉണ്ടാവും. ഇത് മൂപ്പരന്നെ വീട്ടിൽ നിന്ന് മൂപ്പര് ഭാര്യ ഉണ്ടാക്കുന്ന സർവത്താണ്. ഇപ്പൊ എത്ര വയസ്സായിട്ട്? 80 വയസ്സായില്ലേ? 80ാമത്തെ വയസ്സിലും ഈ ചങ്ങരംകുളം അങ്ങാടിയിൽ സർവത്ത് കച്ചവടം ചെയ്യണ. 15ാമത്തെ വയസ്സിൽ ചങ്ങരംകുളത്ത് വന്നിട്ട് സർവത്ത് കച്ചവടം തുടങ്ങിയതാണ്. ആദ്യകാല ചങ്ങരംകുളം അങ്ങാടി വളരുന്നതിനായിട്ട് മുന്നേ സർവത്ത് കച്ചവടം തുടങ്ങണ്ട. അടിപൊളി സർവത്ത്, ഒരു ഗ്ലാസ് നിറച്ച് സർവത്ത്. നല്ല ദാഹിക്കുമ്പോൾ കുടിച്ചാലുണ്ടല്ലോ, വേറൊന്നും വേണ്ട. ചങ്ങരംകുളം അങ്ങാടി വളരുന്നതിനെക്കാട്ടി മുന്നേ നിങ്ങൾ ഇവിടെ ഷെഡിൽ തന്നെ ഉണ്ടായിരുന്നു? 2-3 പീടിയ ഇവിടെ ഉണ്ടായിരുന്നു അന്ന്. എന്നാ മൂത്താപ്പള്ളി ചെട്ടിയാടി ഒരു കൊച്ചപ്പന്റെ പീടി ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ചങ്ങരകുളത്തില്ല. ഇതൊക്കെ കല്ല് റോഡായിരുന്നു, ചെങ്കല്ലിന്റെ റോഡ്. ആ റോഡൊക്കെ പിന്നീട് വന്നതാ. കെട്ടിടങ്ങളൊക്കെ പിന്നീട് വന്നതാ. അന്ന് ചങ്ങരംകുളത്ത് കാര്യമായിട്ട് കടകളൊന്നുമില്ല. ഒന്നുമില്ല. ഞാൻ തന്നെ കച്ചവടം ഉണ്ടായിരുന്നു. അന്ന് സർവത്തിന് എത്ര രൂപ ആയിരുന്നേ? അന്ന് 2.25 മുതൽ 1.5 വരെ. 2.25 മുതൽ 1.5 അല്ല, 2.25 പോയി 1.5 ഫസ്റ്റില്. അങ്ങനെ പോയി ആ കാലഘട്ടത്തിൽ. അന്ന് പഞ്ചസാരക്കൊക്കെ എന്ത് റേറ്റ് ഉണ്ടാവും? നിസാര വിലയിലുള്ളൂ. അതെ. ഇപ്പൊ സർവത്തിന് 12 രൂപ ഇല്ല, 15 രൂപ അല്ലേ? അത് നിങ്ങളിത് ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലേ? കൊണ്ടുപോകാനും പോക്കുണ്ട്. കാലങ്ങളായ കുപ്പിയിൽ കൊണ്ടുപോകല്ലേ? അവർ അറബികൾ ഇതിന് പോകുമ്പോ വന്നിട്ട് കയറാറുണ്ടല്ലേ? കണ്ടമാനം ആൾക്കാർ കൊണ്ടുപോകാറുണ്ടല്ലേ? അപ്പൊ ചൂടാവണം. എത്രാമത്തെ വയസ്സ് മുതലാണ് ഇവിടെ നിങ്ങൾ ചങ്ങരകുളത്ത്? 80 വയസ്സായി. അപ്പൊ ചെറുപ്പത്തില് വന്നിട്ട് ഉണ്ടാവും. ഈ ചങ്ങരകുളം അങ്ങാടി വളരുന്നതിന്റെ ഇടയ്ക്ക് ചെമ്പേട്ടന്റെ സർവത്ത് കട എന്തേ വളരാതിരുന്നേ? ഇതൊക്കെ തന്നെ വയറ് വല്ലാതെ 5 പെൺകുട്ടികളാ. മൂത്തേനെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുക്കണ്ട. കുറച്ച് നിലമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റുപോയി. ഇതായി. പിന്നെ ചെക്കന്മാരൊക്കെ വലുതായപ്പോ ഇങ്ങനെ പോകുന്നത് മാത്രം. ഈ സർവത്തിന്റെ പ്രത്യേകത ടേസ്റ്റ് എന്താണ് കാരണം അതിന്? അങ്ങനൊന്നുമില്ല. പെണ്ണൊട്ടി കാച്ചുണ്ടാവും, നന്നാരി കണ്ണിയാണ്ടോ. ഭാര്യയാണ് കാച്ചിനല്ലേ? ശരിക്കും നന്നാരി ഇട്ടിട്ട് കാച്ചാണ്. അല്ല, ഇത്ര വർഷവും എത്ര സർവത്തുകൾ വന്നാലും ചെമ്പേട്ടന്റെ സർവത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവിടുന്നൊക്കെ ആൾക്കാർ കുടിക്കാൻ വരുന്നു. ആൾക്കാർ അവർക്ക് ഇവിടെ ഒരു വെള്ളം കുടിച്ചാലേ ഇഷ്ടപ്പെടുള്ളൂ. അതെ അതെ. കണ്ടമാനം മുസ്ലിം പെണ്ണുങ്ങൾ വരും അല്ലേ? ഒരുപാട് ആൾക്കാർ വന്നിട്ട് ദൂരത്തേക്ക് കാറിലൊക്കെ വരലുണ്ട്. ഉണ്ട്. അടിപൊളി സർവത്ത് ഇട്ടാ, ഒരു രക്ഷയില്ല. 15 രൂപയാണ് സർവത്തിന്. 2 രൂപ 2 അണക്ക് തുടങ്ങിയ സർവത്ത് കച്ചവടമാണ് ചെമ്പേട്ട. 2 അണക്ക് തുടങ്ങിയ സർവത്ത് കച്ചവടം ഇന്ന് 15 രൂപയിൽ എത്തി നിൽക്കണേ. അതും 15 രൂപയ്ക്ക് ഒരു വലിയ ഗ്ലാസ്. ഇപ്പൊ രുചി തേടിയിട്ടുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. ചെമ്പേട്ട സർവത്ത് കടയിൽ നിന്ന് അടുത്തൊരു രുചിയുമായി പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ